ഡെൽ ലാപ്ടോപ്പിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രോബ്ലമാണ് ബാറ്ററി നോട്ട് ചാർജ്. സിസ്റ്റം വർക്ക് ചെയ്യും എന്നാൽ ബാറ്ററി ചാർജ് ആകില്ല. സാധാരണയായിട്ട് എല്ലാവരും പറയാറ് ഇത് അതിൻ്റെ ചാർജിങ് ഐസിയുടെ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് ചാർജ് ആകാത്തതെന്നാണ്. എന്നാൽ ഡെൽ ലാപ്ടോപ്പിൽ ചാർജിങ് ഐസിയുടെ പ്രോബ്ലം കൊണ്ടല്ല സാധാരണയായിട്ട് ഈ ചാർജിങ് പ്രശ്നം വരാറുള്ളത്. വളരെ കോമൺ ആയിട്ട് വരുന്നൊരു പ്രോബ്ലം ഉണ്ടോ ചാർജിങ് പ്രോബ്ലം. ഡെൽ ലാപ്ടോപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന പ്രോബ്ലമാണ് ചാർജിങ് പ്രോബ്ലം. ഒരു 10, 15, 20 വർഷം മുന്നുള്ള ലാപ്ടോപ്പ് മുതൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് വരെ വരുന്ന മിക്ക ഡെൽ ലാപ്ടോപ്പിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് ചാർജിങ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഒരു 5 or 6 കാരണങ്ങൾ കൊണ്ടാണ് ഈ ചാർജിങ് പ്രോബ്ലം ഡെൽ ലാപ്ടോപ്പിൽ വരാറുള്ളത്. അതിലൊന്ന് ബാറ്ററിയാണ്, ലാപ്ടോപ്പിൻ്റെ ബാറ്ററി. രണ്ടാമത്തേത് അതിൻ്റെ ചാർജറാണ്. മൂന്നാമത്തേത് ചാർജറിൻ്റെ കേബിൾ മാത്രം. ഓക്കെ, ചാർജർ ഓക്കെ ആയിരിക്കും, ചാർജറിൻ്റെ കേബിൾ മാത്രം കംപ്ലൈൻ്റ് ആയിട്ടും ഡെൽ ലാപ്ടോപ്പ് ചാർജ് ആവാറില്ല. അപ്പോൾ ഈ 3 കാരണങ്ങൾക്ക് ഒരു റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിപ്പ് ലെവൽ ടെക്നീഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ബാറ്ററി പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി റിപ്ലേസ് ചെയ്യുക, ചാർജറിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ ചാർജർ റിപ്ലേസ് ചെയ്യുക, ഇനി ചാർജറിൻ്റെ കേബിൾ മാത്രം കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചാർജറിൻ്റെ കേബിൾ മാത്രം റിപ്ലേസ് ചെയ്യുക. ഇതിന് 3നും ഒരു ചിപ്പ് ലെവൽ ടെക്നീഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ബാക്കിയുള്ള 3 കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും ചിപ്പ് ലെവൽ ടെക്നീഷ്യൻ്റെ ആവശ്യം വരുന്നത്. അതിലൊന്ന് ലാപ്ടോപ്പിലെ ചാർജിങ് ഐ സി ആണ്. രണ്ടാമത്തത് അതിൻ്റെ പവർ ജാക്കാണ്. മൂന്നാമത്തത് ചെറിയൊരു സർക്യൂട്ട്, അതായത് ഈ ചാർജറും അതുപോലെ നമ്മളെ മദർ ബോർഡിലെ IO കൺട്രോളറും അതിൻ്റെ ഇടയിൽ വരുന്ന ചെറിയൊരു സർക്യൂട്ട്, ഒരു 2 ട്രാൻസിസ്റ്ററും ഒരു ഡയോഡും 1-2 റെസിസ്റ്ററും മാത്രം വരുന്ന ചെറിയൊരു സർക്യൂട്ട്, അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് പിന്നീട് ഈ ചാർജിങ് ഐ സി ചാർജ് ആകാത്ത പ്രശ്നം ഡെൽ ലാപ്ടോപ്പിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇനി ഈ 3 കാരണങ്ങൾ, അതായത് ചാർജിങ് ഐ സി, പവർ ജാക്ക്, മൂന്നാമത് പറഞ്ഞ ചെറിയ സർക്യൂട്ട്, ഈ 3 കാരണങ്ങൾ വെറും 1% അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമാണ് ചാർജിങ് ഐ സിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് ഈ ചാർജ് ആകാത്ത പ്രശ്നം വരുന്നത്. അതും വളരെ റെയറായിട്ട് വരുന്ന ചില മോഡൽ, അതായത് ഡെൽ XPS 13, അതിലൊരു BQ24765 എന്നൊരു ഐ സി, അതേപോലെ ഡെൽ ലാറ്റിറ്റ്യൂഡിൽ വരുന്ന ഡെൽ BQ717, അങ്ങനെ ചില ലാപ്ടോപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന വളരെ റെയറായിട്ട് വരുന്ന 1-2 ലാപ്ടോപ്പിൽ മാത്രമാണ് ഈ ചാർജിങ് ഐ സിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് ലാപ്ടോപ്പ് ചാർജ് ആകാതിരിക്കൽ. ചാർജിങ് ഐ സിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് സിസ്റ്റം ഡെഡായി പോകാറുണ്ട്. അതായത് നമ്മുടെ AC OK DC എന്നൊക്കെ പറയുന്ന ആ ഭാഗം വരുന്നൊരു ഭാഗം ചാർജിങ്ങിൻ്റെ ഐ സിയിലേക്കാണ് വരുന്നത്. അതിന് ആ ചാർജിങ് ഐ സിയുടെ ഒരു ഭാഗമാണ് ചാർജിങ്, മറ്റൊരു ഭാഗം അതിൻ്റെ സിസ്റ്റം ഓൺ ആക്കുന്ന അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പവർ കൊടുക്കുന്ന ആ ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഐ സി കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ സിസ്റ്റം ഓൺ ആകാതിരിക്കാറുണ്ട്, സിസ്റ്റം ഡെഡായി പോകാറുണ്ട്. എന്നാൽ ചാർജിങ് കംപ്ലൈൻറ്റ് വരാറില്ല. ഓക്കെ, ചാർജിങ് കംപ്ലൈൻറ്റ് വരുന്നത് ഈ 1-2 മോഡലാണ്. BQ24765 എന്നൊരു മോഡൽ ചിപ്പ്, അതുപോലെ BQ717, ഇത് വളരെ റെയറായിട്ട് മാത്രം വരണം. ഈ ഡെൽ XPS 13 എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെയർ മോഡൽ ലാപ്ടോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മാത്രമാണ് ചാർജിങ് ഐ സിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് ചാർജ് ആകാതിരിക്കൽ. ബാക്കിയൊക്കെ ചാർജിങ് ഐ സിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് സിസ്റ്റം ഡെഡായി പോകാറുണ്ട്. ഇനി രണ്ടാമത്തത് പവർ ജാക്ക്. നോർമലായിട്ട് പവർ ജാക്ക് പൊട്ടിക്കഴിഞ്ഞാൽ ചാർജ് ആവാറില്ല. അപ്പോൾ അങ്ങനെ പൊട്ടിയ പവർ ജാക്ക് ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. അതുപോലെ ഇനി മദർ ബോർഡിൽ കണക്ട് ചെയ്യുന്ന പവർ ജാക്ക് ആണെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് സോൾഡറിങ് പിടിപ്പിക്കുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും പിന്നെ ഡ്രൈ ആയിട്ട് സോൾഡറിങ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക, അതുകൊണ്ട് തന്നെ അത് റെഡി ആവാറുണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു സർക്യൂട്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് ഡെൽ ലാപ്ടോപ്പിൽ ഏറ്റവും കൂടുതൽ ഈ ചാർജിങ് പ്രോബ്ലം വരാറുള്ളത്. ഇത് ഞാൻ പറയാൻ മാത്രമല്ല, കറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ നാട്ടിലുള്ളത്, അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു 4-5 മദർ ബോർഡ് ആ ലാപ്ടോപ്പിൽ ഞാൻ കറക്റ്റായിട്ട് കാണിക്കും ചെയ്യാം, എവിടെയാണ് ഇത് വരുന്നത് എന്നുള്ളതും ഏതാണ് ഈ സർക്യൂട്ട് എന്നുള്ളതൊക്കെ, എന്തുകൊണ്ടാണ് ഇത് വരുന്നതും, എങ്ങനെ ഇത് ചെക്ക് ചെയ്യാം, എങ്ങനെ ഇത് റെഡിയാക്കാം എന്നൊക്കെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഏതൊരു ഡെൽ ലാപ്ടോപ്പിൻ്റെ ഈ ചാർജിങ് പ്രോബ്ലം റെഡിയാക്കാവുന്നതാണ്. അതായത് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു 20 വർഷം മുന്നേ ലാപ്ടോപ്പ് മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് വരുന്ന മിക്ക ഡെൽ ലാപ്ടോപ്പിലും ഏകദേശം ഇതേ ഒരു ഫോർമാറ്റ് തന്നെ, ഇതേ ഒരു രീതി തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കണ്ടെത്തുക, എന്നാൽ ഇത് റെഡിയാക്കാൻ അത്രയും എളുപ്പമാണ്. ഇനി ഒരു ലാപ്ടോപ്പ് നിങ്ങളുടെ കയ്യിൽ ഡെൽ ലാപ്ടോപ്പ് ചാർജ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ആകാൻ പാടില്ല. അത്രയും സിമ്പിളാണ്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുതരാം. IO കൺട്രോളറിൻ്റെയും ചാർജറിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ട് ഇതിൻ്റെ IO കൺട്രോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊന്നും വിചാരിക്കേണ്ട. IO കൺട്രോളിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നേ ഇല്ല, IO കൺട്രോൾ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സർക്യൂട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു പക്ഷേ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഇതെന്താണെന്നോ അതെങ്ങനെയാണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിതിൻ്റെ തിയറിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇപ്പോൾ തൽക്കാലം. ഇത്രയും കാലം നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ ആ പിന്ന്, ഈ പിന്ന്, മൂന്നാമത്തെ പിന്ന് എന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇങ്ങനെ വോൾട്ടേജ്, ആ പിന്നിൽ വോൾട്ടേജ് ചെക്ക് ചെയ്യുക, ഇന്ന പിന്നിൽ ഇത്ര വോൾട്ടേജ് ചെക്ക് ചെയ്യുക, അത് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതല്ലാതെ ഈ ഇതൊന്നും കണ്ടിട്ട് ഇതെനിക്ക് മനസ്സിലാവില്ല എന്നോ ഒന്നും വിചാരിക്കേണ്ട.
ഇനി ഞാനിതിൻ്റെ ഒരു മദർ ബോർഡിലൊന്ന് കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള കുറച്ച് മദർ ബോർഡ് ഉണ്ട്. ആ മദർ ബോർഡിൽ ഞാൻ കാണിച്ചു തരാം ഈ കമ്പോണൻസ് ഈ ഭാഗത്ത് എവിടെയൊക്കെയാണ് വരുന്നതൊക്കെ എന്നൊക്കെ. അപ്പോൾ ഇതൊരു ഡെൽ 3542 മദർ ബോർഡാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗം വരുന്നത് ഇങ്ങനെ 2-3 കമ്പോണൻസ് ആണ്. ഓക്കെ, ആ 2 ട്രാൻസിസ്റ്ററും ഡയോഡും വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് കൂടാതെ വേറെ ഇതൊരു ഡെൽ 4050 മദർ ബോർഡാണ്. ഇതിൽ വരുന്നത് ഇവിടെ ആയിട്ടാണ് ഈ 3 കമ്പോണൻസ് ആയിട്ട് വരുന്നത്, 2 ട്രാൻസിസ്റ്ററും ഒരു ഡയോഡായിട്ട്. ഇത് ഡെൽ 1525 മദർ ബോർഡ്. ഇതിൽ ഈ ഒരു Q20 എന്നുള്ള ഈ ട്രാൻസിസ്റ്ററും ഈ ഒരു ട്രാൻസിസ്റ്ററും ഈ ഒരു ഡയോഡായിട്ടാണ് വരുന്നത്. ഇത് ഡെൽ 1564. ഇതിൽ വരുന്നത് ഈ ഒരു ട്രാൻസിസ്റ്ററും ഈ ഒരു ട്രാൻസിസ്റ്റർ, ഇതിന് തൊട്ടപ്പുറത്ത് ചെറുത് ട്രാൻസിസ്റ്റർ ഒരു ഡയോഡ്. ഇതിൽ വരുന്നത് ഈ ഒരു ഭാഗമാണ്. പിന്നെ ഇത് ഡെൽ ലാറ്റിറ്റ്യൂഡാണ്. ഇതിൽ വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഓക്കെ, ഈ PQ2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നില്ല, ഈ സൈഡിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇത് ഡെൽ ഇൻസ്പിറൻ 3521. ഇതിൽ വരുന്നത് ഈ ചാർജിങ് എക്സ്റ്റ് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ PD901. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഈ PQ900 ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെയുള്ള മദർ ബോർഡാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ഏകദേശം എല്ലാ മദർ ബോർഡിലും നമുക്ക് കാണിക്കാം. ഓക്കെ, ഓരോ ഭാഗത്തും ഒക്കെ സെയിം ആണ്, എല്ലാത്തിലും കമ്പോണൻറ്റ് സെയിം ആണ്. ചിലതിൽ ഈ ഒരു ഡയോഡ് ഉണ്ടല്ലോ, ഇതിൽ ഈ ഒരു ഡയോഡ്, ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്. ഈ ഡയോഡ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഈ 2 ട്രാൻസിസ്റ്ററും ഈ റെസിസ്റ്ററും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇത് 2 ട്രാൻസിസ്റ്ററാണ്, ഇതൊരു ഡയോഡാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് 3ഉം സെയിം ആണ്, കാര്യം ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ തിരിച്ചുതരിക എന്നുള്ളതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ഇത് വന്നിട്ടുണ്ടോ, കാരണം ഇത്രയും ചെറിയ കമ്പോണൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, പ്രത്യേകിച്ച് SMD ഇതിൽ വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ എങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊന്നും വേണ്ട. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാം, റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്കറിയാവുന്ന രീതിയിൽ, അതായത് ഇതിൻ്റെ കളക്ടർ ബേസ് അല്ലെങ്കിൽ PNP ഇതൊന്നും പറയാതെ ഇതിന് ഇതേപോലെ ഒന്ന് ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം. എന്നിട്ട് ഇത് മുമ്പ് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ എല്ലാ മദർ ബോർഡിനും സ്കിമാറ്റിക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ സ്കിമാറ്റിക് ഇല്ലാതെ, ഒന്നിൻ്റെയും സ്കിമാറ്റിക് അവൈലബിൾ അല്ലാതെ, ഒന്നിൻ്റെയും സ്കിമാറ്റിക് ആവശ്യമില്ലാതെ ഏതൊരു മദർ ബോർഡാണെങ്കിലും ഈ ഒരു ഭാഗം, ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു ഭാഗം മദർ ബോർഡിൻ്റെ പല ഭാഗങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ആ ഭാഗം ഏതാണെന്ന് പെട്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം സ്കിമാറ്റിക് ഇല്ലാതെ. സ്കിമാറ്റിക് എനിക്ക് വളരെ എളുപ്പമാണ്. സ്കിമാറ്റിക് ഇല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഏതൊരു മദർ ബോർഡ് കിട്ടിയാലും ഡെല്ലിൻ്റെ ഈ ഒരു ചാർജിങ് കംപ്ലൈൻറ്റ് ആ ഭാഗം ഏതാണെന്നും ഈ 2 ട്രാൻസിസ്റ്ററും ഡയോഡും അത് ഏതാണെന്നും അതിന് കൂടെ തന്നെ 1-2 റെസിസ്റ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ കമ്പോണൻസും വളരെ പ്രധാനപ്പെട്ട, ഈ റെസിസ്റ്റർ അടക്കം വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അതിനെ പറ്റിയൊന്നും നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട എന്താണെന്ന് എങ്ങനെയാണെന്നുള്ളതും വളരെ സിമ്പിളായിട്ട് ആ ഭാഗങ്ങൾ ഏതാണെന്നുള്ളതും എന്താണെന്നുള്ളതും അതിന് വരുന്ന പ്രോബ്ലംസ് എന്താണെന്നുള്ളതും എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതും എത്ര വോൾട്ടേജ് വരുന്നുള്ളതും ഓരോ പിന്നിലും വരുന്ന വോൾട്ടേജ് എത്ര എന്നുള്ളതും അത് ചെക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരേപോലെ ട്രാൻസിസ്റ്ററും ഡയോഡും ഒക്കെ സെയിം ആണ്, ഒരേപോലെ ഇരിക്കുന്നത് ട്രാൻസിസ്റ്ററും ഡയോഡൊക്കെ. അപ്പോൾ അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ കോഡ് ഇതൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിലൊക്കെ ഒന്നും വേണ്ട, അങ്ങനെ കോഡൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും SMD കമ്പോണൻസ് കിട്ടിയിട്ട് അതിൻ്റെ കോഡ് ചെക്ക് ചെയ്ത് നെറ്റിൽ കയറി അതിൻ്റെ ഡാറ്റ ഷീറ്റ് അങ്ങനെ അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ള ഒരു ഐഡിയ മാത്രമാണ് വേണ്ടത്. അതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കിമാറ്റിക് ഒന്നും പോയി തിരഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ SMD കോഡൊന്നും തിരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് തന്നെ ഈ ഡയോഡ് എവിടെ വരുന്നുള്ളതും എങ്ങനെ വരിക എന്നുള്ളതും ഒക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ചില ബോർഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയോഡ് ഉണ്ടാവില്ല, പക്ഷെ അതൊന്നും പ്രശ്നമില്ല. ഈ പ്രധാനമായിട്ട് 2 ട്രാൻസിസ്റ്ററും ഈ 2 റെസിസ്റ്ററും ആണ് ഇതിൽ ആയിട്ട് വരുന്നത്. ചില ബോർഡിൽ ഒരു ഇൻഡക്ടർ വരുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് വരുന്നത്, ഏതിലാണ് വരാത്തതെന്നും എങ്ങനെയാണ് ഈ ഒരു ഭാഗം പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതും എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതും ഇതിന് പകരം കമ്പോണൻസ് റിപ്ലേസ് ചെയ്യുന്നത്, അതിന് കമ്പോണൻസ് എങ്ങനെ കിട്ടും, ഇതിന് പകരം ഏത് കമ്പോണൻസ് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ മുമ്പ് തുടങ്ങി വെച്ചിരുന്ന നിർത്തി വെച്ച് പോയ വാട്സപ്പ് ഗ്രൂപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെയിം നമ്പർ തന്നെയാണ്, മുമ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം ഈ ഫോണിലെ മിസ്റ്റേക്ക് ആണ്. എൻ്റെ ഫോണിൽ 2 വാട്സപ്പ് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ മൂന്നാമതായിട്ട് വാട്സപ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ സെയിം നമ്പർ 8547353535 എന്നുള്ള നമ്പറിൽ വാട്സപ്പും ടെലിഗ്രാമും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മദർ ബോർഡിൽ ഇതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതും ഓരോ ഭാഗവും
വോൾട്ടേജും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.